തിരുവനന്തപുരത്ത് ശക്തമായ കടലാക്രമണം. മുതലപ്പുഴയിലും അഞ്ചുതെങ്കിലും വീടുകളിൽ വെള്ളം കയറി. ഒരു വീടിന്റെ അടിത്തറ ഭാഗികമായി തകർന്നു. ഇന്നലെ രാത്രിയിലും മേഖലയിൽ കടലാക്രമണം ഉണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. കള്ളക്കടൽ പ്രതിഭാസമാണ് ഇതിനു പിന്നിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രിയിലും മേഖലയിൽ കടലാക്രമണം ഉണ്ടായിരുന്നു. രാത്രിയോടുകൂടി വീടുകളിൽ വെള്ളം ഇരച്ചു കയറുകയായിരുന്നു. വീടിന്റെ അടിത്തറ തന്നെ ഇളകിപ്പോയി. മുതലപ്പുഴയിലും അഞ്ചുതെങ്ങിലുമാണ് ശക്തമായ കടലാക്രമണം നടന്നിരിക്കുന്നത്. നമുക്കൊപ്പം അഷിൻ ഡിയാഗോ ചേരുന്നു. അഷിൻ ഡിയാഗോ, വെരി ഗുഡ് മോർണിംഗ്. ഈ കള്ളക്കടൽ പ്രതിഭാസത്തെക്കുറിച്ച് നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നതാണ്. ഇപ്പോഴും ഓറഞ്ച് അലർട്ട് തുടരുന്നുണ്ട്. വലിയ ആക്രമണമാണോ ഈ മുതലപ്പുഴയിലും ഒപ്പം അഞ്ചുതെങ്ങിലും ഉണ്ടായത്? അരുൺ, ഈ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിൽ പലയിടത്തും അതിശക്തമായ കടലാക്രമണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടിടങ്ങളിൽ അഞ്ചുതെങ്ങ്, മുതലപ്പുഴി മേഖലയിലാണ് ശക്തമായ കടലാക്രമണം ഇന്നലെ രാത്രി മുതൽ അനുഭവപ്പെടുന്നത്. ഈ അഞ്ചുതെങ്ങ് ഈ പൂത്തുറയ്ക്ക് സമീപമാണ് ഏറ്റവും കൂടുതൽ അതിശക്തമായ രീതിയിൽ കടലാക്രമണം അനുഭവപ്പെട്ടത്. ഇവിടെ വീടുകളിലേക്ക് വെള്ളം അടിച്ചു കയറുന്ന ഒരു സാഹചര്യമായിരുന്നു. രാത്രി തന്നെ ആളുകളെ ഏതാണ്ട് 3 വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഇവരുടെ ബന്ധുവീട്ടിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ജാഗ്രത പുലർത്തിയിരുന്നു. ഇത്തരത്തിൽ ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്ന് നേരത്തെ അറിയിച്ചത് കൊണ്ട് തന്നെ ഇവർ ഒരു മുൻകരുതൽ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായി പോയത്. ഇത്തരത്തിൽ കടൽ റോഡിലേക്ക് വരെ തിര അടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ബന്ധുവീട്ടിലേക്ക് ആളുകളെ മാറ്റുകയായിരുന്നു. ഇതിൽ ഏതാണ്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു വീടിന്റെ അടിത്തറ ഏതാണ്ട് ഭാഗികമായി തന്നെ തകർത്തിട്ടുണ്ട്. മാത്രമല്ല ഈ വീടുകളിൽ നിന്നും അവരുടെ ഗൃഹോപകരണങ്ങൾ മാത്രമല്ല ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഈ തിരമാലയ്ക്കൊപ്പം തിരിച്ച് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ള ഈ ഒരു ഓറഞ്ച് അലർട്ട് ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ ഇത് റെഡ് ആയിരുന്നു. ഇത് പിന്നീട് ഓറഞ്ചാക്കി കുറയ്ക്കുകയായിരുന്നു. എങ്കിലും ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോഴും പല മേഖലയിലും ശക്തമായ തിരയടി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അരുൺ, അഷിൻ ഡിയാഗോയാണ് നമുക്കൊപ്പം ചേർന്നത്. അഞ്ചുതെങ്ങിലും ഒപ്പം തന്നെ മുതലപ്പുഴയിലുമാണ് വലിയ രീതിയിലുള്ള ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടുള്ള കടലാക്രമണം ഉണ്ടായത്. വീടിന്റെ അടിത്തറ വരെ ഇളകിപ്പോകുന്നു. ഇന്ന് രാവിലെ മുതലാണ് ശക്തമായ കടലാക്രമണം ഉണ്ടായിരിക്കുന്നത്. ആ പ്രദേശത്തുള്ള ആളുകൾ തൽക്കാലം അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് ഇപ്പോഴും തുടരുകയാണ് കേരളത്തിന്റെ തീരദേശത്ത്.